ഇതുപോലെ പോവുകയാണെങ്കിൽ അടിച്ചു പോകാൻ ചാൻസ് ഉണ്ടെന്ന്. ഞാൻ ക്യാമറ വെച്ചതും മഴ തുടങ്ങിയതും കുറേ നാളുകൾക്ക് ശേഷം ഇതുപോലൊരു ട്രിപ്പ് സോളോ, അത് നമ്മുടെ സ്പ്ലെൻഡർ. ലക്കിടി വ്യൂ പോയിന്റ്. വ്യൂ പോയിട്ട് ഒരു തേങ്ങയും കാണുന്നില്ല കേട്ടോ ഇവിടെ. വെൽക്കം ബാക്ക് ഗൈസ്. അപ്പോൾ നമ്മൾ ഈ ചെറിയൊരു ട്രിപ്പ് പോകാട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ ഏകദേശം അടിവാരം ആ ഒരു ലൊക്കേഷനിലൊക്കെ ആയിട്ട് എത്തിയിട്ടുണ്ട്. നമ്മുടെ സ്പ്ലെൻഡറിലാണ് പോകുന്നത്. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു സമയം നമ്മളെ വണ്ടിയുടെ വർക്കൊക്കെ നടന്നുകൊണ്ടിരിക്കുമായിരുന്നു. അപ്പോൾ ഞാൻ ഇന്നലെ രാത്രി ഈ ഒരു വണ്ടിയിൽ സംഭവം ഫുള്ളി സെറ്റ് ചെയ്ത്, അതായത് നമ്മുടെ സഫാൻ്റെ വണ്ടി വാങ്ങിച്ച് ഇപ്പോൾ ഈ ഒരു വണ്ടിയിൽ കിടക്കുന്ന ഓൾമോസ്റ്റ് എല്ലാ സംഭവവും അവൻ്റെ ആണ് കേട്ടോ. അതായത് സഫാൻ്റെ ആണ്. സഫാൻ്റെ വണ്ടി നമ്മൾ അയച്ച് ഇതിലോട്ട് ഇട്ടാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുമ്പോൾ നമ്മളൊരു ചെറിയ ട്രിപ്പ്, ഒരു 3-4 ദിവസത്തെ ട്രിപ്പായിട്ടാണ് പോകുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ പോകുന്നത് എങ്ങോട്ടാന്ന് വെച്ചാൽ നമ്മളെ മെയിൻലി ഡെസ്റ്റിനേഷൻ എന്ന് പറയുമ്പോൾ ബാംഗ്ലൂർ ആട്ടോ. ബാംഗ്ലൂർ പോകാൻ നല്ല മൂടുണ്ട്. അപ്പോൾ നമ്മളെ അർഷിദിൻ്റെ അവിടെ, അപ്പോൾ അവൻ്റെ അടുത്തോട്ടും പോകുന്നുണ്ട്. മൈസൂർ പോകണം, പോകുന്ന റൂട്ടാണ് മൈസൂർ. അപ്പോൾ ആ ഒരു ബാംഗ്ലൂർ മൈസൂർ റൂട്ട് വയനാട് ഇങ്ങനെ കയറി പോകാമെന്നുള്ള പ്ലാനാണ്. അപ്പോൾ എന്തായാലും ആദ്യത്തെ വീഡിയോ ആയിരിക്കും. അപ്പോൾ വരുന്ന സമയത്തൊക്കെ അത് നിലം കണ്ടാൽ അറിയാമായിരിക്കും. നല്ല മഴയായിരുന്നു, കിടിലൻ മഴയായിരുന്നു. അപ്പോൾ ഞാൻ ഷൂട്ട് ചെയ്യാനൊന്നും നിന്നില്ല. അപ്പോൾ ഇന്നത്തെ ഈ ഒരു ആദ്യത്തെ വ്ളോഗ് എന്ന് പറയുമ്പോൾ ഈ ഒരു ചുരം വൈബായിരിക്കും കേട്ടോ. നമ്മൾ വയനാട് ചുരം കയറുന്നത്. ഇപ്പോൾ ഏകദേശം മഴയൊക്കെ പോയ പോലെ ഉണ്ട്. ഞാൻ ക്യാമറ സെറ്റ് ചെയ്യാൻ പറ്റുമോ നോക്കട്ടെ കേട്ടോ. മഴേൻ്റെ സിറ്റുവേഷൻ പറയാൻ പറ്റില്ല, പെട്ടെന്ന് അങ്ങ് വരുവാണ് മഴ, അതാണ് സംഭവം. അപ്പോൾ എന്തായിരുന്നാലും ആ ഒരു ചെറിയ വീഡിയോയിലോട്ട് പോയേക്കാം. അപ്പോൾ ഒരുപാട് നമ്മളെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ മറക്കാണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ അപ്പോൾ തോളിലോട്ടിട്ടാൽ നമ്മുടെ വീഡിയോസ് നോട്ടിഫിക്കേഷൻസ് സ്പോട്ട് ലഭിക്കും. നമുക്ക് നേരെ ഗൈസ്. അപ്പോൾ ഇപ്പോൾ ഒരു വെയിൽ വന്നിട്ടുണ്ടായിരുന്നു, അത് കണ്ടാണ് ഞാൻ ഈ ഒരു എന്താ പറയുക ക്യാമറ എടുത്ത് ഇതിലോട്ട് വെച്ച്. അപ്പോഴേക്കും ഇതേ കണ്ടേ മഴ ചാറുന്നത്. എന്തായിരുന്നാലും നമുക്ക് പോയേക്കാം. പക്ഷെ ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയ പിന്നെ എനിക്ക് വലിയ മഴ ഒന്നും കിട്ടില്ല കേട്ടോ. ഞാനൊരു ചോർച്ചയിൽ ഇറങ്ങിയാണ്. അത് കഴിഞ്ഞ് ഇതുവരെ ഞാൻ കണ്ടില്ല, കോട്ടൊന്നും ഇട്ടിട്ടില്ലല്ലോ. എനിക്കൊരു ഹെവി റെയിന് കിട്ടിയിട്ടില്ല. അതിനുശേഷം ആ ഒരു ഫ്ലോയിൽ ഇങ്ങനെ വരുവാണ്. ഇതേ അടിവാരം, കറക്റ്റ് അടിവാരം. അപ്പോൾ ഇവിടെ ഒരു ക്യാമറ ഒക്കെ ഉള്ള ആ ഒരു സ്പോട്ടാണ്. അപ്പോൾ ഇനി അങ്ങോട്ട് പെട്രോൾ പമ്പൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ ഞാൻ മുള്ളാൻ വേണ്ടി ജസ്റ്റ് നിർത്തിയാണ്. മഴ ആയ കാരണം ഭയങ്കര ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മുള്ളാൻ വേണ്ടി മുട്ടും. അപ്പോൾ ഇനി ചുരത്തിലൊക്കെ നിർത്തുമ്പം മുള്ളാണ്ടെങ്കിൽ സീനാവണ്ടെന്ന് കരുതി ഇവിടുന്ന് പരിപാടിയെല്ലാം തീർത്ത് പോവുകയാണ്. അപ്പോൾ ഈ ഒരു ട്രിപ്പ് എന്ന് പറയുമ്പം ഒരു വെറൈറ്റി ട്രിപ്പാണ് കേട്ടോ. അതായത് ഈ ഒരു ട്രിപ്പിൽ ഒരുപാട് കാര്യങ്ങൾ എനിക്ക് പേഴ്സണലി ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ എനിക്കൊരു സ്പെഷ്യലായിട്ടുള്ളൊരു ട്രിപ്പായിരിക്കും ഈ ഒരു ട്രിപ്പ്. ഈ ഒരു ട്രിപ്പിൽ ഞാൻ പുറത്തുനിന്ന് ഫുഡ് കഴിക്കില്ല കേട്ടോ. പുറത്തുനിന്ന് മീൻസ് ഫാസ്റ്റ് ഫുഡ് ഒന്നും കഴിക്കില്ല. ഞാൻ സോളോ പോകുമ്പോൾ അധികം ഫുഡ് കൺട്രോൾഡാണ്. അതായത് ആവശ്യത്തിന് കഴിക്കുള്ളൂ. കാരണം അധികം കഴിച്ചു കഴിഞ്ഞാൽ എനിക്ക് തന്നെയാണ് അതിൻ്റെ കേട്. കാരണം ഞാൻ ഉറങ്ങിപ്പോവും ബൈക്ക് ഓടിക്കുന്ന സമയത്ത്. അങ്ങനെ ഒരു സംഭവം ഉള്ളത് കാരണം ഞാൻ സോളോ പോകുന്ന സമയത്തൊന്നും അത്രയ്ക്ക് ഹെവി ഫുഡൊന്നും കഴിക്കാറില്ല. ഇനി അവസാനമൊക്കെ ട്രിപ്പിന് അവസാനമൊക്കെ നാട്ടിലെത്തുന്ന ആ ഒരു സമയത്തൊക്കെ ഹെവി ആയിട്ട് കഴിക്കാറൊക്കെ ഉണ്ട്. പക്ഷേ ഇടയ്ക്കൊന്നും കഴിക്കാറില്ല. കഴിഞ്ഞ ഒരു ട്രിപ്പിന് പുറകെയുള്ള ഒരുപാട് ട്രിപ്പുകൾ ഫ്രണ്ട്സ് കൂടിയായി പോയപ്പം ആ ഒരു സമയത്ത് നല്ല രീതിക്ക് പുറത്തുനിന്ന് ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നു. അതായത് ഫ്രണ്ട്സ് വൈബായിട്ട് ട്രിപ്പ് പോകുകയെന്ന് പറയുമ്പം മെയിൻലി ഫുഡിങ് ആയിരിക്കും. ഫുഡ് നല്ല അടിക്കും, ഫുഡ് അടി ആയിരിക്കും. അത് നേരെ പിന്നെ ഒരു സോളോയിലോട്ട് വന്നപ്പം കഴിഞ്ഞ സോളോ ട്രിപ്പിലൊക്കെ എന്ന് പറയുമ്പം അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിക്ക് ഞാൻ ഫുഡ് കഴിച്ചിട്ടുണ്ട്. പക്ഷേ ഒന്നുകൂടെ കൺട്രോൾഡ് ആവണം ഫുഡിൻ്റെ കാര്യത്തിൽ. കാരണം എനിക്ക് ചെറിയ വയറുവേദന ഒക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പം ഡോക്ടറെ കാണിച്ചപ്പോൾ ഡോക്ടർ അതാ പറഞ്ഞത് പുറത്തുനിന്നുള്ള ഫുഡ് കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കണമെന്ന്. അപ്പോൾ ഈ ഒരു ട്രിപ്പിൽ നമ്മൾ എന്ത് ചെയ്യുമെന്ന് അറിയില്ല. എന്തായിരുന്നാലും ഇന്നത്തെ രാത്രിക്കുള്ള ഫുഡ് ഉമ്മ എന്താ പറയുക ടിഫിൻ ബോക്സിലാക്കി തന്നിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ കാര്യം ഓക്കെയാണ്. അപ്പോൾ ഇനി ബാക്കിയുള്ള 2-3 ദിവസം എന്ത് ചെയ്യും? വല്ല വെജിറ്റബിളോ അങ്ങനെയുള്ള ഫ്രൂട്ട്സോ അങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ വാങ്ങി കഴിക്കേണ്ടി വരും. എനിക്ക് തോന്നുന്നു നമ്മളെ ക്യാമറ ഇതുപോലെ പോവുകയാണെങ്കിൽ അടിച്ചു പോകാൻ ചാൻസ് ഉണ്ടെന്ന്. കാരണം ഞാൻ ക്യാമറ വെച്ചതും മഴ തുടങ്ങിയത് ഒരുമിച്ചാട്ടോ. എന്തായാലും ഇനി അങ്ങോട്ട് മഴ കൂടാനേ സാധ്യതയുള്ളൂ. അപ്പോൾ നമുക്ക് എന്തായാലും ആദ്യത്തെ ആ ഒരു വ്യൂ പോയിന്റിലോട്ട് എത്തിയേക്കാം. ഇവിടെ നിന്ന് അങ്ങോട്ട് കയറി ചെല്ലുമ്പോൾ ആദ്യത്തെ വളവ്, ആ ഒരു വളവൊക്കെ എത്തുമ്പോൾ എന്നിട്ട് നമുക്ക് അവിടെ നിന്ന് റെസ്റ്റ് എടുത്ത് എനിക്ക് എന്താ പറയുക ഈ ഒരു ഓയിലി ഫുഡ് അതുപോലെ ഫാസ്റ്റ് ഫുഡ് ശരിക്കും പറഞ്ഞാൽ എനിക്കെന്നല്ല എല്ലാവർക്കും ആ ഒരു ഫുഡൊക്കെ ഒഴിവാക്കുന്നത് അത്രയ്ക്ക് ബെറ്റർ ആട്ടോ ബോഡിക്ക്. പക്ഷേ ഫുഡ് എങ്ങനെ പോയാലും കഴിക്കും അറിയാണ്ട്, അതാണ് സംഭവം. ആദ്യമൊക്കെ എൻ്റെ മൈൻഡ് എന്ന് പറയുമ്പോൾ ഫുഡ് കഴിച്ച് മരിക്കുകയാണെങ്കിൽ മരിക്കട്ടെ ആ ഒരു മൈൻഡൊക്കെ ആയിരുന്നു. പക്ഷേ ഈ വയറുവേദന വന്നപ്പം ഒടുക്കത്തെ വേദന ആയിരുന്നു, സഹിക്കാൻ പറ്റാത്ത വേദന. അപ്പോൾ ഞാൻ തന്നെ ഓട്ടോമാറ്റിക് ഫുഡിൽ കൺട്രോൾഡായി. എനിക്ക് അങ്ങനെ ഇഷ്യൂസൊന്നും ഇല്ല കേട്ടോ ഫുഡ് കൺട്രോൾഡ് ആവുന്നതിന്. ഫുഡായിട്ടൊരു അഡിക്ഷനൊന്നും ഇല്ല. വാവ്, വയനാടിൻ്റെ ബ്യൂട്ടി. ഞാൻ ഈ ഒരു ഉരുൾപൊട്ടൽ സംഭവം ഉണ്ടായില്ല, അതിന് ശേഷം ആദ്യമായിട്ടാണ് ഈ ഒരു സൈഡിലോട്ട് വരുന്നത്. ഇതാണ് തുഷാരഗിരിയിലോട്ട് പോകുന്ന ആ ഒരു റൂട്ട്.
വാവ് നൈസാട്ടോ. ഇപ്പോഴത്തെ ക്ലൈമറ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാം കൊണ്ടും ബെറ്ററാണ്. വലിയ രീതിക്കുള്ള മഴയൊന്നുമില്ല, നമ്മളെ വീഡിയോ സംഭവം എല്ലാം കംഫർട്ടബിളായിട്ട് എടുക്കാൻ പറ്റും. ആ ഒരു രീതിക്ക് നോക്കുവാണെങ്കിൽ ഓക്കെ ആട്ടോ. പാവം സംഭവം നൈസാട്ടോ. അല്ലെങ്കിലും വയനാട് ചുരം എന്നൊക്കെ പറഞ്ഞാൽ എത്ര വന്നാലും നമുക്ക് മടുപ്പ് തോന്നൂല. ഈ ഒരു ചുരമൊക്കെ ചുരം തണുപ്പുണ്ട് കേട്ടോ, നല്ല തണുപ്പുണ്ട്. എൻ്റെ അമ്മോ, നമ്മുടെ നാട്ടിൽ തന്നെ അത്യാവശ്യം നല്ല രീതിക്കുള്ള മഴയൊക്കെ ഉണ്ട്. ഞാൻ വരുന്ന സമയത്ത് നമ്മളെ വണ്ടി സെറ്റ് ചെയ്തെടുത്ത് ഇന്നലെ എന്ന് പറയുമ്പം എല്ലാം കഴിഞ്ഞ് രാത്രി ഒരു 2-2:30 ആയിട്ടോ ഞാൻ കിടന്നിറങ്ങാൻ വേണ്ടിയിട്ട്. ഇതേ നോക്കിക്ക് കോടൊക്കെ മുകളിൽ. ഓ കുറേ നാളായിട്ടോ ഇതുപോലെ സ്പ്ലെൻഡറിലൊരു ട്രിപ്പ് പോയിട്ട്. നമ്മൾ ആദ്യത്തെ ഒരു വളവെത്തിയിട്ടോ ആ ഒരു ഇവിടെ ഉരുൾപൊട്ടൽ സംഭവമുള്ള സമയത്ത് പറഞ്ഞു കേട്ടിട്ടുണ്ടായിരുന്നു, ഈ ഒരു വളവിൽ ഇവിടെ എങ്ങാണ്ട് ചോരം ആ ഒരു സൈഡ് എങ്ങാണ്ടായിട്ട് വിള്ളൽ വന്നെന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ ഉള്ളതാണോ എന്നുള്ള കാര്യം അറിയില്ല. ഇവിടെ എന്താ ഒരു വണ്ടി പോലും നിർത്താത്ത? ഞാനിവിടെ വരുമ്പോൾ എപ്പോഴും ഇവിടെ നിർത്താറുണ്ട്. ഒന്നുമില്ലേലും 5 മിനിറ്റ് ഇവിടെ റിലാക്സ് ഇരിക്കലും ചെയ്യും. അപ്പോൾ എൻ്റെ ലോഡ് ഇച്ചിരി ഹെവി കേട്ടോ, അതായത് എൻ്റെ ബാക്ക് പാക്ക്. കാരണം നമ്മൾ ഫുഡ് കുക്ക് ചെയ്യാനുള്ള സംഭവവും ഇതെല്ലാ സംഭവം എടുത്തിട്ടുണ്ട്. അതുപോലെ ഷൂ ഒക്കെ ഇതിനകത്താട്ടോ. ഞാൻ ചപ്പലാണ് ഇട്ടേക്കുന്നത്, കാരണം മഴ ആയതുകൊണ്ട്. ഗായ്സ്, മഴ ഇതേ കൂടിക്കൊണ്ടിരിക്കുക കേട്ടോ. ഇടക്ക് കൂടും ഇടക്ക് കുറയും, അതാണ് മഴേൻ്റെ സിറ്റുവേഷന്. അപ്പോൾ നമുക്കിനി ഇവിടുന്ന് പയ്യെ മുകളിലോട്ട് കയറിയേക്കാം. മഴ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കുറവും കൂടുതലൊക്കെയാണ് കേട്ടോ. വാവ്, എങ്ങനെയുണ്ട് ഗായ്സ്? കുറേ നാളുകൾക്ക് ശേഷം ഇതുപോലൊരു ട്രിപ്പ് സോളോ, അതും വിത്ത് നമ്മുടെ സ്പ്ലെൻഡർ ക്യാമ്പിങ് ആ ഒരു സെറ്റപ്പിലാട്ടോ ഞാൻ ഇറങ്ങിയത്. അതായത് നമ്മൾ ടെൻ്റ് അടിക്കുക ഒരു വൈബ്. എനിക്ക് തോന്നുന്നു ഈ ഒരു ഏരിയയിൽ മാത്രമേ ഉള്ളൂ ഇങ്ങനെയുള്ളൊരു മഴ എന്ന്, ഈ വയനാട് ഈ നമ്മുടെ നാട്ടിലൊക്കെ. അപ്പോൾ നമ്മൾ മുത്തങ്ങൊക്കെ കയറി കഴിഞ്ഞാൽ പിന്നെ മഴ പോവാൻ സാധ്യതയുണ്ട് എന്ന് വിചാരിക്കുന്നു. ഇന്ന് വളരെ കുറവാട്ടോ തിരക്ക്. ഇന്ന് ഭാരത് ബന്ധോ അങ്ങനെ എന്തോ സംഭവമുണ്ട്. ബ്ലോക്കൊക്കെ നല്ല രീതിക്ക് ഉണ്ടായിരുന്നു, പക്ഷേ ഈ ഒരു സൈഡിലൊന്നും അത്രയ്ക്ക് ആളുകളൊന്നുമില്ല, ക്രൗഡില്ല. ഷോപ്പുകളിലൊന്നും ക്രൗഡ് സംഭവമൊന്നുമില്ല, ആളുകളൊക്കെ കുറഞ്ഞൊരു സെറ്റപ്പാണ് കാണുന്നത്. അതേ നോക്കിക്കേ, കോട നോക്കിക്കേ, എന്താണ് ഈ കാണുന്നത് ഗൈസ്? ഇവിടെ മഴ കുറവാണ്, പക്ഷേ കോട ഒരു രക്ഷയില്ല കേട്ടോ. കിടിലം വ്യൂ ആണ് ഈ ഒരു കോടേൻ്റെ. സെറ്റ് വ്യൂ. നമുക്ക് കിട്ടിയ ക്ലൈമറ്റ് ഏതായാലും ബെസ്റ്റ് ക്ലൈമറ്റ് ആട്ടോ. നോക്കിക്കേ, മഴയില്ല, കോടയുണ്ട്. വാവ്, അന്തസ് റൂട്ടാട്ടോ. എങ്ങനെയുണ്ട് ഗൈസ് ക്ലൈമറ്റ്? സെറ്റല്ലേ? ഒരു സംഭവം കാണുന്നില്ല, അമ്മാതിരി കോട. നോക്കിക്കേ, സീന്. നല്ല കോടയും വലിയ മൂടി കിടക്കുവാണ് നമ്മുടെ ചുരം, വയനാട് ചുരം. ഗൈസ്, നമ്മൾ അന്ന് വണ്ടി നിർത്തിയ ആ ഒരു സ്പോട്ട് കിട്ടുമോ, നമ്മൾ സ്പ്ലെൻഡറും ആർച്ചായിട്ട് വന്ന ഒരു സമയത്ത് നമ്മളിവിടെ വണ്ടി നിർത്തിയാണ്ട് വീഡിയോ സംഭവം എല്ലാം ഫോട്ടോ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. ആ ഒരു സ്പോട്ടാണ് ഈ ഒരു സ്പോട്ട്. ക്ലൈമറ്റ് നോക്കിക്കുക നിങ്ങൾ, ഒരു രക്ഷയില്ലാത്ത ക്ലൈമറ്റ് തന്നെ കേട്ടോ നമുക്ക് ഇന്ന് കിട്ടിയേ.
സീന് ക്ലൈമറ്റ് തന്നെ നോക്കിക്കേ. താമരശ്ശേരി ചുരം എങ്ങനെയുണ്ട് ക്ലൈമറ്റ്? വണ്ടി ഒന്നും വരുന്നൊന്നും കാണാൻ പറ്റുന്നില്ല കേട്ടോ. വാവ്, ഗായ്സ് അങ്ങനെ ദേ നമ്മൾ ആ ഒരു ടോപ്പിൽ ആ ഒരു വ്യൂ പോയിൻ്റ് ആ ഒരു സംഭവം ഉണ്ടല്ലോ അവിടെ എത്തി കഴിഞ്ഞിട്ടുണ്ട്. ക്ലൈമറ്റ് നോക്കിക്കേ ഗായ്സ് ദേ ലക്കിടി വ്യൂ പോയിന്റ്. വ്യൂ പോയിട്ടൊരു തേങ്ങയും കാണുന്നില്ലാത്ത ഇവിടെ. അതാണ് അവസ്ഥ, നോക്കിക്ക്. അയ്യോ, ഫുള്ളി കോട മൂടി കിടക്കും കേട്ടോ. ഗൈസ് അങ്ങനെ നമ്മൾ ആ ഒരു വയനാട് ചുരമൊക്കെ കയറി കഴിഞ്ഞ് ഇങ്ങനെ മുകളിലോട്ട് പൊക്കിക്കൊണ്ടിരിക്കുക. അമ്പോ എൻ്റെ ബോഡി ഫുള്ളി നനഞ്ഞിട്ടുണ്ട് കേട്ടോ. നമ്മളെ മൈക്കും ക്യാമറയും ഒരേ രീതിക്ക് ആയി കാണും കേട്ടോ. ഇവിടെ ഹൈവേ പോലീസ് ഓക്കെ എസ്കേപ്പ് ആയിട്ടുണ്ട്. ഇത് കയറിയാൽ പിന്നെ നല്ല മഴ കേട്ടോ. ഞാൻ മിക്കവാറും ഇവിടെ എവിടെയെങ്കിലും നിർത്തിയിട്ട് ഈ ഒരു സംഭവം ഇവിടെ അവസാനിപ്പിക്കേണ്ടി വരും കേട്ടോ. ഈ ഒരു വീഡിയോ സെറ്റപ്പ് അല്ലെങ്കിൽ സീനാവാൻ ചാൻസ് ഉണ്ട്. ഞാൻ നിർത്തുവാണ്. ഈ ഒരു പോർഷനിൽ ഈ ഒരു ക്ലൈമറ്റ് ഉള്ളത് നിങ്ങൾ കാര്യമാക്കണ്ട. കുറച്ച് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഈ ഒരു ക്ലൈമറ്റ് കിട്ടിക്കൊള്ളണം എന്നില്ല കേട്ടോ. അപ്പോൾ എന്തായിരുന്നാലും ഇന്നത്തെ ഈ ഒരു ചെറിയ വീഡിയോ ഞാൻ ഇവിടെ ജോയിൻ അപ്പ് വേണ്ടി ഇടുവാണ്. അപ്പോൾ അതിനുമായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ മറക്കാണ്ട് സബ്സ്ക്രൈബ് ചെയ്യാം. അതുപോലെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ നമ്മൾ ഇത് ഉള്ളോട്ട് ഇട്ടാൽ മതി. നമ്മുടെ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് ഒക്കെ സപ്പോർട്ട് തന്നെ ലഭിക്കും. അപ്പോൾ ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം.